Dear friends, I am MP Shashidharan, Managing Director of IES Kollam, the very established bank coaching center of South India. വളരെ സന്തോഷത്തോടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഡിയറായതും ഏറ്റവും കുറേ ആൾക്കാർക്ക് ഏറ്റവും നെഗറ്റീവ് ആകുന്നത് മാത്സാണ്, മാത്തമാറ്റിക്സ്. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. ലൈഫിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മാത്സ്. ഇപ്പോൾ ചില ആൾക്കാരോട് ചോദിച്ചാൽ അവർ വളരെ മിടുക്കരായിരിക്കും, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിരിക്കും. പക്ഷേ അവർ പറയേണ്ട മാത്സ് സാറിനെ കണ്ടാൽ കുത്തിക്കൊല്ലണം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക. ഞാനതിന് പറയുന്ന എപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മാത്സ് പഠിക്കുമ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടും ആ പഠിപ്പിക്കുന്ന ആൾ നമ്മളെ കറക്റ്റായിട്ട് ആ ലെവലിലേക്ക് കൊണ്ടെത്താൻ കഴിയാതിരുന്നതുമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു റീസണായിട്ട് കാണുന്നത്. അന്ന് നമ്മൾ ജീവനായിട്ട് ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വന്ന് നമ്മൾ അതനുസരിച്ചായിരുന്നെങ്കിൽ നമ്മൾ മാക്സിമം ടൈം മാത്സ് മാത്രമേ പഠിക്കത്തുള്ളായിരുന്നു. അതാണ് വേറൊരു പ്രത്യേകത. ഏറ്റവും ഈ മാത്സ് MSc BSc ഒക്കെ എടുക്കുന്ന ആളുകളുടെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ നേരത്തെ തന്നെ മാത്സിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരു സത്യം മനസ്സിലാക്കുക, മാത്സിന് ബേസ് ഫോർമേഷൻ കറക്റ്റായിട്ട് നടത്തിയ ഒരു പ്രശ്നവുമില്ല, എന്നും മാത്സ് നമ്മൾ ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ജോബിലായാലും എല്ലാവരും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മാത്സിൻ്റെ, അത് ഓർക്കുക. പിന്നെ ഏത് ജോബ് ഉണ്ടെങ്കിലും ജോബ് ഓറിയൻറ്റഡ് എന്ത് എക്സാം എഴുതിയാലും ഏതിനായാലും മാത്സ് ഇല്ലാതെ ഒന്നും പറ്റുകയില്ല. ഡ്രൈവർ പോസ്റ്റ്, പിയൂൺ പോസ്റ്റ്, വളരെ ലോവർ ലെവലിലുള്ള ഏതെങ്കിലും എക്സാംസ് പോലും നമ്മൾ എഴുതണമെങ്കിൽ പോലും നമുക്ക് എഴുതാൻ പലതും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ എന്ത് വേണം? മാത്സ് വേണം. അപ്പം ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കണം മാത്സിനോട് ഇൻട്രസ്റ്റ് കാണിക്കുക, ഡിയർ ആവുക. ഏത് ഏജിലും നിങ്ങൾക്ക് മാത്സ് റെഡിയാക്കാൻ പറ്റും, അത് മനസ്സിലാക്കുക. സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴേ എനിക്ക് മാത്സ് കുഴപ്പമാണ്, അന്ന് തൊട്ടേ എനിക്ക് മാത്സ് ഇഷ്ടമല്ല, ഇതൊന്നും വേണ്ട. ബേസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബേസ് ഫോർമേഷൻ നമ്മൾ ആദ്യം കാണുന്ന നമ്പർ സിസ്റ്റം, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെ കുറച്ച് ബേസിക് സാധനങ്ങൾ. ഇതിനോടൊപ്പം നമ്മൾ LCM എന്നും ഭീഷണിയാണ്, അന്നും ഭീഷണിയാണ്, ഇപ്പോഴും ഭീഷണിയാണ്, എപ്പോഴും ഭീഷണിയാണ്. HCF അതും എന്നും ഭീഷണിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്രാക്ഷൻസ് കേൾക്കുമ്പം തല കറങ്ങും. മിക്സഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്ന് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ വളരെ എളുപ്പമാണ് ഗ്രാസ്പ് ചെയ്യാൻ. അപ്പോൾ ആ ബേസ് ഫോർമേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഞാൻ എല്ലാ കുട്ടികളോടും പറയുകയാണ്, നമ്മളിപ്പോൾ കൊമേഴ്സ് ആയാലും കൊമേഴ്സുകാർ കാണുന്ന ഒരു ചെറിയ നെഗറ്റീവ് മാത്സിനോട് ഒരു പൊതുവെ ശത്രുതയുണ്ട്. നിങ്ങൾ CA ആയാലും ICW ആയാലും എന്തൊക്കെ പാസ്സാക്കണമെങ്കിലും മാത്സിൻ്റെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, കാൽക്കുലേഷൻ എല്ലാം യൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. ഇതൊക്കെ ചെയ്താലും മാത്സിൻ്റെ ഒരു ബേസ് ഫോർമേഷൻ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് മാക്സിമൈസ് ചെയ്യാം. മെൻ്റൽ കാൽക്കുലേഷൻസ് ഭയങ്കര റോളാണ്. മെൻ്റൽ കാൽക്കുലേഷൻസ് എന്ത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മാത്സിനോട് നമ്മൾ ഈ ബേസിക് സാധനങ്ങൾ എപ്പോഴും വേണമെങ്കിലും റെഡിയാക്കാം. നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ഏത് ഏജിൽ വന്നാലും നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് എക്സ്ട്രാസ് നമ്മൾ കവർ ചെയ്ത് തരാം. നോർമൽ ക്ലാസ് കൂടാതെ തന്നെ ഈ ഫ്രാക്ഷൻസ് ആയാലും LCM ആയാലും ഈ നമ്മൾ HCF ആയാലും ആവറേജ് ആയാലും റേഷ്യോ ആയാലും എല്ലാ ചാപ്റ്റേഴ്സ് സ്കൂൾ ലെവലിലുള്ള മാത്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് കോമ്പറ്റീവ് എക്സാമിന് ചെന്നാലും എന്തേ ഉള്ളൂ? മെജോറിറ്റിയും സ്കൂൾ ലെവൽ അരിത്തമാറ്റിക്സ് ആണ്. ഇതിൻ്റെ പെർഫോമർ ആവുക, അതെന്തുകൊണ്ട് ഏത് സ്റ്റേജിലും പറ്റും. അപ്പോൾ വെറുതെ നമ്മളൊരു PSCക്ക് നമ്മൾ സാഹസപ്പെട്ട് പോകുന്നതിനെക്കാട്ടി മുമ്പ് എന്ത് വേണം? ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പോയി നോക്കൂ. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ആര് PSCക്ക് പോയാൽ പോലും ഒരിക്കലും അവിടെ ബാക്കിലേക്ക് പോകത്തേ ഇല്ല. അവരതിനകത്ത് റീസണിങ്ങിന് ഫുൾ വാങ്ങാം, മാത്സിന് ഫുൾ വാങ്ങാം, ഇംഗ്ലീഷിന് ഫുൾ വാങ്ങാം. പിന്നെ ലോക്കൽ GK കൂടെ ആകുമ്പം PSC പോലും എന്ന് പറയാൻ കാര്യം എല്ലാവരുടെയും അവസാനത്തെ ലാസ്റ്റ് റിസോർട്ട് PSC ആണ്. 36 വരെ എഴുതാം. പക്ഷേ ബാങ്ക്, ഇൻഷുറൻസ്, സ്റ്റാഫ് സെലക്ഷൻ എല്ലാം അറൗണ്ട് ഒരു 28-30ക്ക് മുമ്പ് കവർ ചെയ്യണം. അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരും. അപ്പം മാത്സിൻ്റെ ഒരു ഭീഷണി എല്ലാവരും ആ ഒരു ഡിയർ ആവുക, ഏറ്റവും മാത്സുമായിട്ട് ഡിയർ ആവുക. വെരി ഈസിലി ദാറ്റ് യു ക്യാൻ അച്ചീവ്. ഓക്കെ, താങ്ക് യു.